ഡിന്നറും കഴിഞ്ഞ് അവരോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ആദി ഉറങ്ങാനായി റൂമിലേക്ക് പോന്നു. ഡോർ ലോക്ക് ചെയ്ത് ചാർജിലിട്ട ഫോണും എടുത്തുകൊണ്ട് അവൻ കട്ടിലിലേക്ക് വീണു. കണ്ണുകളിൽ ഉറക്കം തഴുകുന്നുണ്ട്. അവൻ അലസമായി ഫോൺ തുറന്നു. ലോക്ക് തുറന്നതും അവൻ്റെ കണ്ണൊന്നു മിഴിഞ്ഞു. വന്ന ഉറക്കമൊക്കെ ഏതുവഴി പോയിന്ന് പോലും അവൻ അറിയില്ല. ജാനിയുടെ 5 മിസ് കോൾ, അതും കുറച്ചു മുന്നേ. അവൾ ഇതുവരെ ഉറങ്ങിയില്ലേ? 1 മണി കഴിഞ്ഞല്ലോ. അവൻ വേഗം തന്നെ അവളുടെ നമ്പറിലേക്ക് തിരികെ കോൾ ചെയ്തു. ഒരു ബെല്ലടിച്ചപ്പോൾ തന്നെ ജാനി ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു. കുഞ്ഞേ. ജാനി ഫോൺ എടുത്തതും അവൻ അരുമയായി വിളിച്ചു. അവൾ മെല്ലെ ഒന്ന് മൂളി കേട്ടു. ഇത്ര നേരമായിട്ടും ഉറങ്ങിയില്ലേ ജാനൂട്ടിയെ? അവൻ്റെ ശബ്ദവും പതിഞ്ഞിരുന്നു. ദത്തേട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടും എന്താ ഇത്ര നേരമായിട്ടും വിളിക്കാഞ്ഞേ? അവൻ്റെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് അവൾ മറുചോദ്യം ഉന്നയിച്ചു. ജാനിയുടെ ശബ്ദം ചെറുതായി അടഞ്ഞിട്ടുണ്ടായിരുന്നു. നീ കരഞ്ഞോ കുഞ്ഞേ? അവനിൽ സംശയം നിറഞ്ഞു. ജാനി ഇല്ല എന്ന അർത്ഥത്തിൽ മൂളി. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ കോൾ കട്ടായിരുന്നു. അവൾ എന്തു പറ്റിയെന്നറിയാൻ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി നോക്കി. അവളെ ഞെട്ടിച്ചുകൊണ്ട് അതിലേക്ക് ആദിയുടെ വീഡിയോ കോൾ വന്നു. ജാനി മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് അത് അറ്റൻഡ് ചെയ്തു. അവൻ്റെ മുഖം തെളിഞ്ഞു വന്നതും ഉള്ളിൽ തണുപ്പ് നിറയുന്നത് അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്താടാ, എൻ്റെ കുഞ്ഞെന്തിനാ കരഞ്ഞേ? ആദ്യം ഒരു ചെറു ചിരിയോടെ അവളോട് ചോദിച്ചു. ആ സമയം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടക്കുകയായിരുന്നു. കരഞ്ഞതിൻ്റെ അവശേഷിപ്പായി കണ്ണും മൂക്കുമെല്ലാം ചുവന്ന് കിടപ്പുണ്ട്. ഞാൻ കരഞ്ഞില്ല. അവൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായിട്ടും അവൻ തിരികെ തർക്കിക്കാൻ നിന്നില്ല. ആകെ മൊത്തം തിരക്കായിപ്പോയി ജാനൂട്ടി. വീട്ടിലെത്തിയപ്പോൾ 12 മണി കഴിഞ്ഞു. പിന്നെ ഫ്രഷായി ഭക്ഷണവും കഴിച്ച് ഇപ്പോൾ ഇങ്ങ് റൂമിലേക്ക് വന്നതേയുള്ളൂ. അതാടാ വിളിക്കാൻ പറ്റാഞ്ഞേ. സാരമില്ല, കാണാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കാണുമെന്ന് അവൾ പതിയെ തലയാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു. ആദിയിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു വന്നു. സാധാരണ ഈ സമയത്ത് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോഴൊക്കെ 1000 കുഞ്ഞുമ്മകൾ കൊണ്ട് മൂടാറുമുണ്ട്. ദത്തേട്ടാ, എനിക്ക് കാണാൻ തോന്നുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജാനൂട്ടി? അതല്ല, എനിക്ക് നേരിട്ട് കാണാൻ തോന്നുന്നുവെന്ന്. ജാനിയുടെ നേർത്ത ശബ്ദം അവൻ്റെ കാതുകളിൽ വന്ന് പതിച്ചു. ഇപ്പോഴോ? ആദിയുടെ കണ്ണൊന്നു മിഴിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. 1:30. 1:30 ജാനി. ഈ സമയത്ത് ഞാൻ എങ്ങനെ അവിടെ വരുക? മുത്തശ്ശി എന്തു വിചാരിക്കും കുഞ്ഞെ? അവൾ വെറുതെ ഒന്ന് മൂളിക്കൊടുത്തു. അവൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടായിരുന്നെങ്കിലും ഉള്ളിലെ ആഗ്രഹത്തെ ജാനിക്ക് അടക്കാനായില്ല. അവളുടെ നിരാശ നിഴലിക്കുന്ന കുഞ്ഞുമുഖം കാണെ ആദിക്ക് പാവം തോന്നിപ്പോയി. അവനിൽ നിന്ന് നിസ്സഹായതയുടെ ഒരു നെടുവീർപ്പുയർന്നു. എന്നാൽ ശരി ദത്തേട്ട, ഞാൻ വെക്കുക. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഏട്ടനും നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. ഗുഡ് നൈറ്റ്. ആദി അവളോടെന്തോ പറയാൻ തുടങ്ങിയതും അതിനു മുന്നേ തന്നെ അവൾ കോൾ കട്ട് ചെയ്തിരുന്നു. പെണ്ണ് പിണങ്ങിപ്പോയതാണോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ജാനിയുടെ അടുത്തേക്ക് പോയാലോ? മുത്തശ്ശി വല്ലതും കണ്ടാൽ ആകെ നാണം കെട്ടുപോകും. പക്ഷേ അവളുടെ സങ്കടം കാണുമ്പോൾ പോവാതിരിക്കാനും തോന്നുന്നില്ല. അവൾക്ക് മാത്രമല്ലല്ലോ, തനിക്കുമില്ലേ ഒന്ന് കാണണമെന്ന്. എന്തെങ്കിലും ആകട്ടെ, പോകാം. ആദി രണ്ടും കൽപ്പിച്ച് ജാനിയെ വിളിച്ചു. 2-3 റിങ് പോയിട്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. ഞാൻ അങ്ങോട്ടേക്ക് വരുവാ. എത്തുമ്പോൾ ഡോർ തുറന്ന് തരണം. മുത്തശ്ശി കാണണ്ടാട്ടോ. അവൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ ആദി പറഞ്ഞു. അത് കേട്ടതും ജാനിയുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ തിളങ്ങി. തുറക്കാൻ ദത്തേട്ട. ജാനിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവളുടെ ഉള്ളിലുള്ള സന്തോഷം അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആദിയും മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു. ഉറങ്ങിപ്പോയേക്കല്ലേ കുഞ്ഞെ? ആദി അവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇല്ല. എന്നാൽ ശരി, വെച്ചോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആദി പെട്ടെന്ന് തന്നെ ഡ്രസ്സും മാറ്റി നാളത്തേക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സും മറ്റും ഒരു ബാഗിലേക്ക് എടുത്ത് വേഗം തന്നെ താഴേക്കിറങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും റൂമിന് മുന്നിൽ പോയി നിന്ന് വിളിക്കണമോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു. അച്ഛനിപ്പോൾ ഈ കാര്യം അറിഞ്ഞാൽ കളിയാക്കി കൊല്ലുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കീശയിലിരുന്ന ഫോൺ എടുത്ത് അവർക്ക് 2 പേർക്കും ജാനിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് മെസ്സേജ് അയച്ചിട്ടു. വേഗം തന്നെ സ്പെയർ കീയും എടുത്ത് ഡോറും പൂട്ടി അവൻ ജാനിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ആദിയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണവൾ. അവൻ ആദ്യം വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം നിരാശയായതാണ്. ഇനിയും സംസാരിച്ചിരുന്നാൽ കരഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചിട്ട് വരാമെന്ന് ഉറപ്പ് തന്നപ്പോൾ
ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അപ്പോൾ തന്നിൽ. ഉറക്കം വല്ലാതെ കണ്ണുകളിൽ വന്ന് മൂടുന്നുണ്ട്. എന്നാലും അവൻ വന്നാൽ ഡോർ തുറന്നു കൊടുക്കാനുള്ള ആഗ്രഹത്താൽ അവൾ ഉറങ്ങാതെ പിടിച്ചു നിൽക്കാൻ നോക്കി. ഉറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ മാടി അടഞ്ഞുപോയി. ജാനിയുടെ വീട്ടിലെത്തിയതും ആദ്യമധികം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. സിറ്റൗട്ടിലേക്ക് കയറി നിന്ന് ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. റിംഗ് പോകുന്നതല്ലാതെ കോൾ എടുക്കുന്നില്ലായിരുന്നു. ഷിറ്റ്, ഈ പെണ്ണെന്താ ഫോൺ എടുക്കാതെ? ഇനി ഉറങ്ങിപ്പോയി കാണുമോ? അവൻ വീണ്ടും വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തിരിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും നേരം വെളുത്തിരിക്കും. വേറെ ഗത്യന്തരമില്ലാതെ ആദി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. എങ്കിലും ഉള്ളിൽ ഒരു കുഞ്ഞു പ്രതീക്ഷയുണ്ടായിരുന്നു, ജാനി ആയിരിക്കണമേ ഡോർ തുറക്കുന്നതെന്ന്. എന്നാൽ മെയിൻ ഡോർ തുറന്നു വന്ന ആളെ കണ്ടവൻ കാറ്റഴിച്ചുവിട്ട ബലൂൺ കണക്കെയായി. അവനെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന സുഭദ്രയെ കണ്ടപ്പോൾ ആദ്യം നിന്നടുത്ത് നിന്നൊന്നു പരിങ്ങി. മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല, വരേണ്ടിയിരുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് കിടത്തുറക്കിയാൽ മതിയായിരുന്നു. അത് ജാനി എന്തോ പറയാനായി തുടങ്ങിയതും വാക്കുകൾ ഇടറിയപ്പോൾ അവൻ വേഗം തന്നെ വാ പൂട്ടി. അവൾ റൂമിലുണ്ട് മോനെ, അകത്തേക്ക് കയറി വാ. സുഭദ്ര ഉള്ളിൽ പൊട്ടി വന്ന ചിരിയെ മറച്ചു പിടിച്ചുകൊണ്ട് ആദ്യ അകത്തേക്ക് ക്ഷണിച്ചു. 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞുപോയ ചെറുക്കനാണ്. അവന് ജാനിയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർ കിടക്കാനായി മുറിയിലേക്ക് പോയി. റൂമിലേക്ക് കയറി ചെന്ന ആദിക്ക് കട്ടിലിൽ ചുരുണ്ടുകൂടി സുഖമായി കിടന്നുറങ്ങുന്ന ജാനിയെ കണ്ട് അവളെ അതേപടി എടുത്ത് പുറത്തേക്ക് കളയാൻ തോന്നി. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഇവൾക്കിങ്ങനെ കിടന്നുറങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? കയ്യിലിരുന്ന ബാഗ് അവിടെ അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചിട്ട് കട്ടിലിൻ്റെ അറ്റത്തായി കിടന്നിരുന്ന ജാനിയെ പതിയെ എണീപ്പിക്കാതെ ഭിത്തിയോട് ചേർത്ത് കിടത്തി. അടുത്തായി അവനും കയറി കിടന്നു. നല്ല ഉറക്കത്തിലാണ് ആള്. നീക്കി കിടത്തിയതും അടുത്തു വന്ന് കിടന്നതുമൊന്നും അറിഞ്ഞതുകൂടിയില്ല. മുഖത്തേക്ക് ചിതറിക്കിടക്കുന്ന മുടിയൊക്കെ അവൻ മാടി ഒതുക്കി കൊടുത്തു. ഉറക്കത്തിൽ എപ്പോഴോ മുട്ടിനു മുകളിലേക്ക് പൊങ്ങിയ സ്കേർട്ട് പിടിച്ച് താഴ്ത്തിയിട്ട് കൊടുത്ത് ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കയ്യിലപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന ഫോൺ കണ്ടത്. കാത്തിരുന്നുറങ്ങിപ്പോയതാണ്. അവൻ മെല്ലെ ഫോണിലുള്ള അവളുടെ പിടി വിടുവിപ്പിച്ചു. ലോക്ക് ആയിരുന്നില്ല ഫോൺ. ഓണാക്കുമ്പോഴേ കാണുന്നത് വിവാഹത്തിൻ്റെ അന്നെടുത്ത അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോയാണ്. അവൻ കുറച്ചു നേരം അതിലേക്ക് തന്നെ നോക്കിക്കിടന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ വേഗം അവളുടെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിക്കിടന്ന് ജാനിയുടെ ഫോണിൽ അവരുടെ 2 പേരുടെയും ഒരു സെൽഫി എടുത്തു. ആദ്യം എടുത്ത ഫോട്ടോയിലേക്കൊന്ന് നോക്കി. വാ അല്പം തുറന്ന് നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന ജാനി. ആദ്യം വാട്സപ്പ് തുറന്ന് ആ ഫോട്ടോ അവൻ്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ട് ഫോൺ ബെഡ് സൈഡ് ടേബിളിലേക്ക് വെച്ചു. ഇനിയും ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ തല പൊങ്ങില്ല എന്നോർത്തതും അവളെ ഇറുകെ പുണർന്നുകൊണ്ട് ആദ്യ സുഖമുള്ള ഒരു നിദ്രയിലേക്ക് ആഴ്ന്നു.